ഇന്ന് നമുക്കൊരു ചൂട വീര പറ്റിക്കാവേ. അപ്പോൾ രാവിലെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ചൂട മേടിച്ചപ്പോൾ തോരൻ വെക്കാമെന്ന്. പക്ഷേ ഗ്യാസ് പണി വന്നപ്പോഴത്തേക്ക് എല്ലാം അതുപോലെ എടുത്ത് റെഡിയാക്കിയതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചായിരുന്നേ. അപ്പം രാത്രി ആയപ്പോഴത്തേക്ക് പ്ലാനിങ് മാറി പീര പറ്റിക്കാനായി. അങ്ങനെ തേങ്ങയെല്ലാം ഞാൻ തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ജാറോട് എടുത്തങ്ങ് വെച്ചായിരുന്നേ. അങ്ങനെ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മുഴുവൻ ഉലുവ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാനുള്ള കുറച്ച് വെള്ളം എടുത്ത് ഇച്ചിരി അരഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കടുക് വറുത്ത ചട്ടി തന്നെ എടുത്തായിരുന്നു. തോരനും ഉച്ചയ്ക്ക് കടുക് വറുത്ത് വെച്ച കേട്ടോ. പിന്നെ അതേപോലെ അങ്ങ് അടച്ചു വെച്ചായിരുന്നു. അങ്ങനെ അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു അരമുറി തക്കാളിക്ക് പകരം നമുക്ക് പച്ചമാങ്ങ ചേർക്കാം, കുടംപുളിയും ചേർക്കാവേ. അപ്പോൾ ഞാൻ മിക്കവാറും തക്കാളി ഇട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ അതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ തോരൻ അരിഞ്ഞ ചെറിയ ഉള്ളി ഉണ്ടായിട്ട് ഞാൻ അതുകൂടെ അങ്ങ് ഇട്ട് കേട്ടോ. അപ്പോൾ ഇനി വെച്ചേക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അതിലേക്ക് അരപ്പ് ഇട്ട് കലക്കി ഒഴിക്കുമ്പം വളരെ കുറച്ച് വെള്ളം വെക്കുക കേട്ടോ. വെള്ളം കൂടിപ്പോയില്ല, കാരണം ചൂട വേവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. അപ്പം മറ്റേതൂടെ തോനെയായാൽ പിന്നെ ഗ്രേവി ആയി പോവേ. അതുകൊണ്ട് നമുക്ക് നല്ല പറ്റിച്ചെടുക്കാനല്ലേ. പീര പറ്റിച്ചെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ, ഡ്രൈ ആയിട്ടിരിക്കണേ. അങ്ങനെ ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് തിളയ്ക്കാൻ വെക്കാവേ. അപ്പോൾ ബാക്കി കുറച്ച് ചൂട ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്ത് പറക്കാനായിട്ടും അങ്ങ് കഴിച്ചു. അപ്പോൾ തോരൻ വെക്കാനുള്ള പ്ലാനിങ് ഞാൻ മുള്ളൊക്കെ കളഞ്ഞുകൊണ്ട് അത് കാര്യമായി. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് പറക്കി കഴിക്കാമല്ലോ. അങ്ങനെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നായിരുന്നേ. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ, എല്ലാം പരുവാണോ എന്നൊക്കെ നോക്കാവേ. പുളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. അങ്ങനെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഉപ്പും പുളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ വറുക്കാനിട്ട് മീനൊക്കെ ഒന്ന് വറുത്തൊന്ന് ഒരു സൈഡൊന്ന് തിരിച്ചിടണേ. നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. മുള്ളൊക്കെ ഇല്ലാതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തിന്നാമല്ലോ. അങ്ങനെ മീനൊക്കെ മൊരിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഒന്ന് പറ്റി തുടങ്ങി. ഇത് കുറച്ച് നേരം ഞാൻ സിമ്മിൽ വെച്ചിട്ടുള്ളതാണ്. കറി പറ്റി നന്നായിട്ട് സെറ്റായി വന്നു കേട്ടോ. ഇനി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ.